നമ്മളെ ബഷീർ വന്നിട്ടുണ്ട്. ബഷീറിന്റെ ഭാര്യ ഇന്നൊരു പുതിയ കാർ എടുത്തിട്ടുണ്ട്. ഏകദേശം 1.25 കോടി റുപ്യേൻ്റെ കാറാണ്. അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഏതായാലും ബഷീറും ഭാര്യയും പറയുന്ന നമുക്കൊന്ന് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം. ഇന്നെന്താ പ്രത്യേകത? ഇന്നത്തെ ദിവസത്തിൽ എട്ടാമത്തെ. ഓ, എന്ത് പെട്ടെന്നല്ലേ. അപ്പോ ഇന്നത്തെ ദിവസം മാർച്ച്. ഓക്കെ. അപ്പൊ അതിന്റെ സമ്മാനമാണോ? സർപ്രൈസ് ഗിഫ്റ്റ് ആണോ? അതാണ് തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് മെയിനായിട്ട് മീഡിയാസിന് വെച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ആ സ്വന്തം ഏണിങ്സിൽ നിന്ന് വാങ്ങിച്ച BMW X7 ആണ്. ഒരിക്കലും ഞാൻ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് സർപ്രൈസ് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തല്ല. അതൊക്കെ കൊടുത്തത് വെഡിങ് ആനിവേഴ്സറി. എനിക്ക് എല്ലാവരും മെയിനായിട്ട് പറയുമോ ഫസ്റ്റ് വൈഫിന് ഇങ്ങനെയൊന്നും ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല, സെക്കൻഡ് വൈഫിന് കൊണ്ടുപോയിട്ട് BMW X7 കൊടുക്കുന്നതൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. ഇത് അവള് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കൊണ്ടിട്ട് അവള് സ്വന്തമായിട്ട് തന്നെ വാങ്ങിച്ചാണ്. എന്താ ഈ വളമാല പരിപാടി അല്ലേ? അല്ല, അത് സുഹാനക്കാണ്. ബ്ലിങ്ക് ജ്വല്ലറി സുഹാന. എന്താ കമ്പനിയുടെ പേര്? ഫിറ്റ്ചെക്ക്. അതായത് ഫിറ്റ്ചെക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. അത് ഫുൾ ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ചൈന ഐറ്റംസ് ആണ്, ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ്. ഫിറ്റ്ചെക്ക് എത്നിക്സ് ഉണ്ട്, അത് ഇന്ത്യൻ എത്നിക്സ് ഐറ്റംസ് ആണ്. രണ്ട് സെപ്പറേറ്റ് രണ്ട് വെബ്സൈറ്റ് ആണ്. അത് നല്ല, അതായത് ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഇത്ര നാൾ കൊണ്ട് ഒരുപാട്, അതായത് 10,000 മേലെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 6 മാസം അത്രേ ആയിട്ടുള്ളൂ. തീർന്നില്ല, കുറച്ചുകൂടി കാണണ്ടേ. ഇതിന് ഏകദേശം ഒരു 1.5 കോടി അല്ലേ? 1.25 കോടി വണ്ടിയുടെ വിലയുണ്ട്. ഓക്കെ. 1.25 കോടിയാണ് വണ്ടിയുടെ വില. ഏകദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ടാക്സും കാര്യങ്ങളിലാവുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ 2 കോടിക്കടുക്ക പൈസയാകും. മഷൂറ ബിസിനസ് തുടങ്ങിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6 മാസം മാത്രമേ ആയുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാമറമാൻ ചോദിക്കുന്നുണ്ട്, ഈ വളയും മാലിയും വെക്കുന്ന സംഭവം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, വളയും മാലിയും ഒന്നുമല്ല, വേറെ എന്തൊക്കെയോ പേരാ പറയുന്നത്. സത്യം പറയും, എനിക്ക് മനസ്സിലായില്ല കേട്ടാ, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടെ കടന്നിട്ട് ഇന്ന് രാവിലെ മുതൽ ഇത് അറിഞ്ഞേരം മുതൽ വിളിക്കല ഓരോ മനുഷ്യന്മാരെയും. അതായത് ഇവിടെയുള്ള വലിയ മുതലാളിമാരെ മുഴുവൻ വിളിച്ചിട്ട് ചോദിച്ചു. അതായത് 5ഉം 6ഉം വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, കേട്ടോ നാണോ മാനോ ഉളുപ്പുണ്ടോ നിങ്ങൾക്കാടുന്ന്? അതാ നിങ്ങൾ പറയാറുണ്ട്, ഈ 6 വർഷമായിട്ട് ഓരോരുത്തരും കച്ചവടം ചെയ്തിട്ട് ഒരു മാരുതി കാർ പോലും വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ബഷീറിന്റെ ഭാര്യ 6 മാസം കൊണ്ട് 1.25 കോടി റുപ്യ, അത് 2 കോടി റുപ്യോളം വേണം റോഡിലിറക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെയുള്ളൊരു കാറ് വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ കട പൂട്ടിയിട്ട് ഓടണം എന്നേ ഞാൻ പറയുള്ളൂ. നാട്ടുകാരോട് പറയുകയാണ്, അതായത് ഇതുപോലെയുള്ള കടകൾ നടത്തുന്ന, ഇല്ലെങ്കിൽ ടെക്സ്റ്റൈൽസുകൾ നടത്തുന്ന അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങളെല്ലാവരും ആ സ്ത്രീയെ കണ്ട് പഠിക്കേ. അതുകൊണ്ടാണ് ഞാൻ പറയുക, ആ സ്ത്രീയെ കണ്ട് പഠിക്കുക. എന്ത് ബിസിനസ്സാണ് അവർ ചെയ്യുന്ന ഒരു ബിസിനസ്. നമുക്കല്ല അതിൻ്റെ ഒരു പകുതി കിട്ടിയാൽ മതി, നമ്മൾക്ക് ജീവിതം ഒന്ന് വച്ച പിടിച്ച് പോയേനെ. അതായത് ബഷീർ തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും ശരിക്കും പറഞ്ഞ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാ എനിക്കറിയാം, അതായത് മഷൂദിന്റെ ബാപ്പ തന്നെയായിരിക്കും പറഞ്ഞത്. ഒരുപക്ഷെ അയാൾ അന്ന് സമ്മതിച്ചിട്ടില്ല എങ്കിൽ, ആ 2ാം കല്യാണം കഴിക്കുമ്പോൾ അയാളുടെ സമ്മതം ഒരു വലിയ സംഭവം തന്നെയാണ്. അയാൾ സമ്മതിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തൻ്റെ മകൾക്ക് ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടുമായിരുന്നില്ല. ഞാൻ കളിയാക്കി പറയുന്ന ഒന്നുമല്ല, ഞാൻ സമാധാനത്തിൽ പറയുന്ന, സന്തോഷത്തിൽ പറയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ബിസിനസ് അവർ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഇതെല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. കാരണം ഞങ്ങൾക്ക് എവിടെയും എത്തുന്നില്ല, ഞങ്ങൾ ബിസിനസ് ചെയ്തിട്ട് ഒന്നും ആവുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കടത്തിലാണ്, ഞങ്ങൾ പൂട്ടാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് പിന്നെ മസൂദ ഇത്രയും വിലയുള്ള കാറ് വാങ്ങിച്ചത്? അവർ ഏത് ബിസിനസ്, ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരും ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഓർണമെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മേക്കപ്പ് സെറ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമായിരിക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റിട്ട് അവർ ഇങ്ങനെയുള്ള കാര്യം നേടണമെങ്കിൽ ഇതിനൊക്കെ മാർക്കറ്റിൽ എത്രയായിരിക്കും വില എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതായത് കേവലം ചെറിയ പൈസ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ടല്ലേ നമ്മളിങ്ങനെ വിറ്റ് തിന്നുന്നത്. അതുകൊണ്ട് മഷൂദാനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സാധനത്തിൻ്റെ റേറ്റ്, അതായത് നിങ്ങൾ ഏത് സാധനം, അതായത് ഓർണമെന്റ്സ് ആയാലും ശരി, ഇനിയിപ്പോൾ മേക്കപ്പ് സെറ്റ് ആയാലും ശരി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റിങ്ങിൽ നിങ്ങൾ വിറ്റിരിക്കുന്നത്, അത് ഉറപ്പാണ് നടന്നത്. അല്ലാതെ 6 മാസത്തിൽ ഇങ്ങനെ ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങളങ്ങനെ തള്ളേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെന്ന് പറയുന്നത് ഒരു മനുഷ്യന്മാർക്ക് പോലും സാധിക്കാത്ത ഒരു സംഭവം തന്നെയാണ്. എനിക്ക് മനസ്സിലാകുന്നതിൽ എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലും 6 മാസത്തിനുള്ളിൽ ഈ 2 കോടി റുപ്യേൻ്റെ ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ വരുമാനം എന്തായിരിക്കാം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വരുമാനം എത്രയായിരിക്കാം? ഓരോ മാസത്തിലും നിങ്ങൾ നീക്കിയിരിപ്പ് എത്ര ഉണ്ടാവും? ഒരു 2 ലക്ഷം തന്നെ നമ്മൾ വെച്ച് നീക്കിയിരുന്നാൽ 6 2 12 ലക്ഷം കിട്ടുള്ളൂ.
ഇനിയൊരു പിന്നെ എന്താ പറയുക 3 ലക്ഷം വെച്ചാണെങ്കിൽ 6 18, 4 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം ആണെങ്കിൽ 6 30 ലക്ഷം ആവുള്ളൂ. 5 ലക്ഷം വെച്ച് 10 ലക്ഷം വെച്ചാണെങ്കിൽ തന്നെ 60 ലക്ഷം ആവുള്ളൂ. 20 ലക്ഷം വെച്ച് ആണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ 20 ലക്ഷം ഉറുപ്പ്യ. അപ്പോൾ പിന്നെ വെച്ച് ഒരു മാസം 20 ലക്ഷം ആണെങ്കിൽ 6 2 12 1 20 ആവും. 30 ലക്ഷം വെച്ചാണെങ്കിൽ അപ്പോൾ ഒരു മാസം 30 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ, അതും മഷൂറ എന്ന് പറയുന്ന ഒരാൾ, അയാളെ ബിസിനസ് മാത്രമാണെന്നാണ് പറയുന്നത്. സുഹാനേൻ്റെ ബിസിനസ് വേറെയുണ്ടെന്ന് ബഷീർ ബഷി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബഷീർ ബഷി ആണെങ്കിൽ അവരെല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുള്ള വ്യക്തികൾ തന്നെയാണ്. എന്നാലും 30 ലക്ഷം രൂപയൊക്കെ ഒരു മാസം മാറ്റി വെക്കണമെങ്കിൽ നിങ്ങളെ വരുമാനം എന്തായിരിക്കും? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇത് പറഞ്ഞു കുടുങ്ങിപ്പോയതാണോ ഇനി? പറഞ്ഞു കുടുങ്ങിപ്പോയതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് ശരിക്കും അല്ല ഇല്ലേ, നിങ്ങൾ പറയണം എന്താ ഇത്ര പൈസ ഇതിന് ആയിട്ടുണ്ട്, ഇത്ര പൈസ ലോണാണ്, ഇത്ര പൈസ ഇത്, അതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ അധ്വാനിച്ചിട്ട് വാങ്ങിച്ചാണ്, അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതൊന്നുമല്ല. എല്ലാവരും ചോദിക്കുന്ന പോലെ ആദ്യത്തെ ഭാര്യയ്ക്ക് എന്തിനാണ് ഗിഫ്റ്റ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം ഇത് അവൾ സ്വന്തം വാങ്ങിച്ചാണ്. 8ാമത്തെ വിവാഹ വാർഷികത്തിന് സ്വന്തമായിട്ട് അവരധ്വാനിച്ച് വാങ്ങിച്ചൊരു ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ബഷീർ ബഷിക്ക് ഇവിടെ എവിടെയോ ഒരു ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഒന്നിക്കൽ നിങ്ങളുടെ വർത്തമാനത്തിൽ പാളിച്ച പറ്റിയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് പിന്നെ ആഞ്ഞ് ഗോളടിച്ചപ്പോഴേ അത് ഗോൾ പോസ്റ്റിൽ കൊണ്ടുവന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ചോദിക്കും, അല്ല മോനെ ഈ 6 മാസം കൊണ്ട് ഇത്രയും പൈസ എങ്ങനെയാണ് നിനക്ക് ഉണ്ടായെന്ന് ചോദിക്കും. അത് ചോദിക്കൂല എന്നൊന്നും വേണ്ട, എല്ലാവരും ചോദിക്കുമായിരുന്നു. കാരണം ഒരു അതിശയം തന്നെയല്ലോടോ, 6 മാസം കൊണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണിത്? ഇവിടെയുള്ള ഒരാൾക്ക് പോലും അങ്ങനെ ബിസിനസ് ചെയ്ത് കിട്ടിയില്ല. ഞാൻ അന്വേഷിച്ചു, ഇവിടെയുള്ള ഒരുപാട് കടക്കാരോട് അന്വേഷിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ബഷീർ ബഷി ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ തെളിവ് ഞാൻ പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല കേട്ടാ. ഞാൻ എൻ്റെ ഒരു സംശയവും ഞാൻ അന്വേഷിച്ച കാര്യങ്ങളും, ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ച കാര്യങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിൽ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ ഞാൻ കളിയാക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നതല്ല. പക്ഷേങ്കിൽ ഇത് നമുക്ക് അറിയണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒരു പബ്ലിക്കിൽ ഒരു എന്താ പറയുക ഒരു ചാനലിൽ നമ്മളിങ്ങനെ കാണുന്ന ഒരു ചാനലിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ അറിയുന്നില്ലല്ലോ ഇവരെങ്ങനെ വണ്ടി മേടിക്കാൻ പോയത് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇവർ ഈ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് കാറ് വാങ്ങിക്കാൻ നമ്മൾ അറിയുന്നില്ല. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഈ 6 മാസം കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് ബിസിനസ്സാണെന്ന് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പാടുന്നത്. ഇനി നമ്മൾ അറിയിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ. നമ്മളൊരു സംശയം, അതായത് ഇനിയിപ്പോൾ ഇവരിങ്ങനെ ചെയ്തത് കൊണ്ട് ഇവർക്ക് കാറ് വാങ്ങിക്കാൻ പറ്റി, നമുക്കത് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമവും നമുക്കുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മളൊന്നും ഇനിയിപ്പോൾ എത്ര നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത് നടക്കൂല. ഇവിടെ വലിയ ഷോറൂമുള്ള ചങ്ങായി തന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എന്നെ 6 മാസം കൊണ്ട് ഇത്തിരി ഒന്നും നമുക്ക് കിട്ടില്ല എന്ന് അവരൊക്കെ പറയുന്നതായിരുന്നേ. ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവരുടെ ആ ഒരു എന്താ പറയണ്ടേ സ്വർണ്ണ ബിസിനസ് നടത്തിയാൽ തന്നെ ഇത് അങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അത് കേൾക്കുക, അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. എനിക്ക് ചിലപ്പോഴും ബഷീർ ഇതിന് മറുപടിയൊക്കെ തരുമായിരിക്കും. നമുക്കല്ല, വേറെ ഏതെങ്കിലും ചാനലുകാരിൽ എടുത്തിട്ട് ഇതിങ്ങനെ അലക്കുമ്പോഴും ചിലപ്പോൾ മറുപടിയെല്ലാം കൊടുക്കുമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും, എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കട്ടെ. ഏതായാലും അയാളുടെ സന്തോഷം, അയാളുടെ 2 ഭാര്യമാരെ അയാൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും, അയാളുടെ വലിയൊരു സന്മനസ് തന്നെയാണ്. അയാളുടെ സന്തോഷം എന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നത്. എനിക്ക് സംശയം മാത്രമേ ഉള്ളൂ, ഇതെങ്ങനെയാണ് ഇത്രയും പൈസ ഏത് ബിസിനസ്സിലാണ് ഉണ്ടാക്കുന്നത്. എനിക്കൊരു ഇത് മാത്രമേ ഉള്ളൂ, അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ, അത് വേറെ ഒന്നുമല്ലേ. നന്ദി, നമസ്കാരം.